സോ ഗൈസ് AJR വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാണ്. നമ്മൾ ഒരു ഹെലികോപ്റ്റർ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ വേണ്ടി ഇത് അൺബോക്സിങ് ഓൾറെഡി ചെയ്തു, മകൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടതാണ്. UK എന്നാണ് അവൻ കൊടുത്തു വിട്ടത്. സോ ഞാൻ അൺബോക്സിങ് അല്ല, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിക്കോട്ടെ. കാരണം ഞാൻ തന്നെ ഇത് പഠിക്കാൻ കുറേ ടൈം എടുത്തു, ഇത് എങ്ങനെയാണെന്ന് പറപ്പിക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചോളി. ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ ഫോണുകളാട്ടോ, കേടുന്ന ഫോണുകൾ നന്നാക്കാൻ കൊണ്ട് വെച്ചതല്ല. ഈ ഫോണുകളൊക്കെ ഇന്ന ഓരോ കുട്ടികളാണ്. ഞാൻ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എല്ലാവരും എന്താ വലിക്കുന്നുണ്ട്, മറ്റേ ഒക്കെ അകത്തിരിക്കുന്നു. ഫോണ് പൊടിച്ചു ഞാൻ ഇവിടെ കൊണ്ടു വെച്ചപ്പോൾ ഇതൊക്കെ ജപ്തി ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഫോണ് ഇവിടെ അറസ്റ്റ്. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതാണ് നമ്മളെ മേടിച്ച സാധനം കേട്ടോ. ഇത് സംഭവം പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു. പറപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലൈസൻസും ഇതൊന്നും വേണ്ട, കാരണം അത് 250 ഗ്രാം ചോട്ടിലാണ്. ഓക്കെ, 249 ഗ്രാംസേ ഉള്ളൂ. ഇതിൻ്റെ പേര് DJI Mini 3. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അൺബോക്സിങ് കഴിഞ്ഞു, അവൻ പറപ്പിച്ച് നോക്കി, എന്നിട്ട് അവൻ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇതിൽ കിട്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ എന്താ പറയുക, ഇതിനെന്താ പറയുക, അതന്നെ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, അത് റിമോട്ട് അത്ര. ഇതാണ് ആ ഹെലികോപ്റ്റർ. ഇതാണ് ഹെലികോപ്റ്റർ. പിന്നെ എന്താ ഉള്ളത്, ബാറ്ററി സെറ്റ്, പിന്നെ അതിൻ്റെ കേബിളും വയറും, പിന്നെ എക്സ്ട്രാ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ ലീഫുകൾ എക്സ്ട്രാ ഉണ്ട്, എക്സ്ട്രാ കേബിളുകളുണ്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ചെറിയ ഡ്രൈവർ. ഓക്കെ, പപ്പു പറഞ്ഞ പോലെ ചെറിയ സ്ക്രൂ ഡ്രൈവർ. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐഫോണും വേണ്ടല്ലോ. ഇത് പല ഫോണിൻ്റെ കേബിളുണ്ട്, ഐഫോണിൻ്റെ കേബിള്, പിന്നെ C കേബിള്, മറ്റു ചെറിയ സാംസങ്ങിൻ്റെ കേബിള് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ. പിന്നെ ഈ സാധനം എടുക്കുക, ഇതിനൊന്ന് ഇങ്ങോട്ട് പിടിക്കാം. അല്ല, ആദ്യം ബാറ്ററി ഇടണം. 3 ബാറ്ററി ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ബാറ്ററി നമ്മൾ എടുത്തു. ജസ്റ്റ് ബാറ്ററി ഇതിങ്ങനെ അതിൻ്റെ അടിഭാഗം നോക്കുക, അതിൻ്റെ മേൽഭാഗം നോക്കുക, അതിൽ കൊടുത്തിട്ട് ഇതാണല്ല ടൈറ്റായി. അത് കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഇങ്ങോട്ട് നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഈ സാധനം മറിക്കുമ്പോൾ നോക്കണം, ഇതിങ്ങനെ തിരിച്ചു വിടുകയാണേ. അതാ ദാറ്റ്സ് എന്നെ ഇത് ഇങ്ങോട്ടും. അപ്പോൾ നമ്മളെ ഹെലികോപ്റ്റർ റെഡിയായി. ഇതിൻ്റെ മൂടി ഒന്നുകൊണ്ട് എടുക്കുക. ഈ മൂടി എടുക്കാനും മുകളിലൊരു പ്രസ്സിങ് ഉണ്ട്. ഇതിൻ്റെ പ്രസ് ചെയ്ത് അടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ സാധനം കൊണ്ട് പോകുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ മൂടി. അതോടെ ഇരിക്കട്ടെ. ഇത് നമ്മളെ ക്യാമറ ആണ് കേട്ടോ. ഞാൻ അത് ഓണാക്കിയിട്ടില്ല, അതോടെ വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ ഏതാ, ഇതിൻ്റെ ഫോണ്. ഈ ഫോൺ എടുക്കുക. ഇതിൻ്റെ ബാക്ക് ഈ സൈഡിൽ ഇതിൻ്റെ 2 ലീഫുകളുണ്ട്. ഇതെടുക്കുന്നു, ഇവിടെ ഇട്ടിട്ട് ടൈറ്റ് ആക്കുകയാണ്. ഒന്ന്, അതേപോലെ ഇതെടുക്കുക, ഇവിടെ എടുക്കുക, ടൈറ്റ് ആക്കുക. ഇതായി. പിന്നെ നമുക്ക് ഈ ക്യാമറ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ജസ്റ്റ് ഒന്നും കൊണ്ട് പുറത്തേക്ക് ആക്കുന്നു. ഒരു വയർ ഇതിൻ്റെ ഉള്ളിലൂടെ കൊടുത്തിരിക്കണം. ഒരു വയർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളതിൽ ഇത് ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തുട്ടോ. ഇനി ഇത് ഓണാക്കുന്നത് എങ്ങനെ? ഓണാക്കാൻ സാധാരണ ഓണാക്കൽ തന്നെയാണ്, പക്ഷെ 2 വട്ടം പ്രസ് ചെയ്യണം. ഒന്ന് സിമ്പിൾ പ്രസ് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് പ്രസ് കേട്ടോ. ഇപ്പോൾ ഇത് ഓണായി. ഓക്കെ, ഇവിടെ ഓണായി കൊടുക്കുക. നമ്മളെ ഇതിലേതായിരുന്നു നമ്മളെ DJ ഇടാം. ഇതാ DJ ഫ്ലൈയിങ്. ഇതാ ഈ DJ ഫ്ലൈയിങ് നമ്മളത് ഇവിടെ ഓണാക്കി ഇടുന്നു. ഓക്കെ, ഇതാ ഇവിടെ വന്നു. ഇനി ഇത് ഓണാക്കിയാൽ മാത്രം പോരാ, നമുക്ക് ഇതും ഓണാക്കണം, അപ്പോഴേ കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇത് ഓണാക്കണം സെയിം സിസ്റ്റം തന്നെയാണ്. ഒരു വട്ടം പ്രസ് ചെയ്യാം, പിന്നെ ലോങ് പ്രസ് കണ്ടാ. ഒരു സൗണ്ട് വന്നില്ല, അതോടെ ഇപ്പോൾ ഇത് ഓണായി നടത്തും. ഇതാ ഇവിടെ നമ്മൾ ഓണാക്കി വെച്ചു. സെയിം ഡബിൾ പ്രസ് ആട്ടോ, ഓണായി. ഇവിടെയും ഓണായി. ഇപ്പോൾ അവിടുത്തെ ക്യാമറ അതിൽ നമ്മളെ ഡിസ്പ്ലേയിൽ വന്നു. എൻ്റെ മൊബൈലിൽ ക്യാമറ വന്നു. ഓക്കെ, ഈ ക്യാമറ റെക്കോർഡ് ചെയ്യല്. ഞാനിത് ഒന്ന് പറപ്പിക്കാൻ നോക്കട്ടോ. ഇത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് അമർത്തി പിടിച്ചാൽ ഇങ്ങനെ കണ്ട്. അപ്പോൾ ആ സാധനം എവിടെ അവിടെ ടേക്ക് ഓഫ് ആയി. ഓക്കെ, ഇത് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് നമ്മളിത് പൊന്തിക്കട്ടോ.
ആവുന്നു. ഓക്കെ ഓക്കെ ഒരു ലെവലിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാം. ഒന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടെ. ഈ ക്യാമറ റെക്കോർഡ് ആവണമെങ്കിൽ ഇതെവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ച് അമർത്തിയാൽ ക്യാമറ റെക്കോർഡിംഗ് ആവും. ഇപ്പം ഞാൻ സ്വിച്ച് അമർത്താണ്. ക്യാമറ റെക്കോർഡിങ് തുടങ്ങി. ക്യാമറ സൂം ചെയ്യാനും താത്താനും ഇപ്പുറത്തെ ഒരു ചക്രമുണ്ട് കേട്ടോ. ഇത് സൂം ചെയ്യട്ടോ. ഈ ചക്രത്തുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ക്യാമറ താഴേക്ക് മുകളിൽ കണ്ടോ. അപ്പോൾ ക്യാമറ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഇത് പൊന്തിക്കാൻ ഇതാകുന്ന ആ പൊന്തുണ്ട് കേട്ടോ. ആ പൊന്ത് അത് തിരിക്കാൻ ഇതുമ്പോൾ തന്നെ ഇതാ തിരിക്കണം. ഇതുമ്പോൾ തന്നെ തിരിക്കല്. ഓക്കെ. ഫുള്ള് തിരിക്കുന്നുണ്ടോ. ഓക്കെ. ക്യാമറ താത്താനും ഇതുമ്പോൾ തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ അതാ പോയി ഇങ്ങോട്ട്. ദേ അങ്ങോട്ട് പോയി. ദേ മുന്നിലേക്ക് പോയി. ദേ ബാക്കിലേക്ക് വന്നു. ഓക്കെ. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. വളരെ ഈസി ആയിട്ട് ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഇത് കുറച്ച് നേരം ഇതൊന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടോ സംഭവം പഠിക്കാൻ ക്യാമറ കണക്ട് ആവാനാണ് ബുദ്ധിമുട്ടിയത്. ഇപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതാ ക്യാമറൻ്റെ നമുക്ക് ഇത് എവിടേക്ക് വേണമെങ്കിലും മാറ്റാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാമറൻ്റെ ഞാൻ മോൾക്ക് അങ്ങോട്ട് നോക്കി ഗേറ്റിൻ്റെ അവിടെ നോക്കിക്കണോ. ക്യാമറ എവിടേക്ക് വേണമെങ്കിലും നോക്കിക്കാം. ഞാൻ താത്താണ് ലാൻഡിങ് ആണ്. ലാൻഡിങ്. ദാറ്റ്സ് ഓൾ. ഇത്രയോളം സംഭവം ഏത് കുട്ടികൾക്കും പറ്റും. അപ്പം നമ്മളും മേടിച്ച് DJIൻ്റെ മിനി 3. ഓക്കെ. ഇനി നമുക്ക് റെക്കോർഡിങ് ഓഫ് ചെയ്യാം. ഓക്കെ. അതെ വീഡിയോ കോളാണ്. ഇത്രയൊക്കെ നിങ്ങൾ വെറുതെ ഇരുന്ന് കണ്ടില്ല. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടേ ആ ബെല്ലൈക്കണൊക്കെ അടിച്ചിട്ടേ ഒക്കെ ഇങ്ങോട്ട് നമ്മളെ കൂടെ കൂടിക്കോളി. പുതിയ വീഡിയോ കിടക്കുകയാണ്. ഞങ്ങൾ UAEക്ക് പോകുന്ന വീഡിയോ വരാൻ കിടക്കുന്നുണ്ട്. അതിനാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. ഓക്കെ. സോ വീഡിയോ ഇങ്ങനെ വരിക്ക് വന്നോളൂ. കുറേ കാലം വീഡിയോ ഇട്ടിട്ടില്ല. അത് തിരക്കിൽ പെട്ടു. ഇനിയിപ്പോൾ വീഡിയോ വരാൻ കിടക്കാം കേട്ടോ. അപ്പോൾ ശരി. ഓക്കെ. ബൈ ബൈ. ഇതിലേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ടോ. നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിലും പിന്നെ ആപ്പിളിൻ്റെ ഫോണാണെങ്കിലും നമുക്ക് ഡിസ്പ്ലേ കിട്ടണ്ടേ. ഞങ്ങൾക്ക് അതിനാണ് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ DJI ഫ്ലൈ എന്നൊക്കെ പറഞ്ഞ ആപ്പൊക്കെ നമ്മൾ ഓൾറെഡി ആപ്പിൾ സ്റ്റോറിലും അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ നമ്മളെ ബോക്സിൽ തന്നെ അതിൻ്റെ QR കോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്യാം. ഇത് സ്കാൻ ചെയ്തിട്ട് നേരെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താ പറയുക DJI ഫ്ലൈ എന്നുള്ളൊരു ആപ്പ് കിട്ടും. ആ ആപ്പാണ് നമുക്ക് സപ്പോർട്ട് ആവട്ടെ. കാരണം ഞങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനാണ് ഞങ്ങൾക്ക് ഡിലേ ആയത്. ലാസ്റ്റ് പേര് UK വിളിച്ച് മോനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഐഫോൺ ആണെങ്കിലും ഇതാ ബ്രാൻഡ് ബാർകോഡ് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്പാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. UAE എന്ന് പറഞ്ഞ ദുബായ്ക്ക് UAE എന്ന് പറയുന്നത് UAE എന്ന് പറഞ്ഞത് UAE അത് ക്രിക്കറ്റ് പോലാണ്. ആ UAE കേട്ടോ. ആ UAE എന്നൊക്കെ നമ്മള് സൗദി അറേബ്യയിലെ കേസ് എന്നല്ലോ. അതേപോലെ ദുബായ്ക്ക് UAE എന്ന് പറയും. ആ ഇപ്പൊ UK അല്ലെന്ന് പറഞ്ഞത് ഞാൻ UK നമ്മൾ വരും. സമയം കിടക്കണുള്ളൂ. UK വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി മക്കളെ. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഓഫാക്കാൻ ഇത്ര തന്നെ കേട്ടോ. സെയിം തന്നെ ഡബിൾ പ്രസ്സിങ് ഓഫായി. അതേപോലെ ഇവിടെയും ഡബിൾ പ്രസ്സിങ് ഓഫായി. ഇത്രോളും പരിപാടി. ഓക്കെ. ബൈ.